ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ വീഡിയോ ആണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് പുരയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലും കളറിലും ഒന്നുകിൽ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുരയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 10 പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്കി കൊണ്ടുവന്ന പീസാണ്, അതുകൊണ്ടാണ് കുറച്ച് ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ പീസാക്കിയിട്ട് മുറിക്കുന്നെങ്കിൽ ബ്രോസ്റ്റഡിൻ്റെ പീസായിട്ട് അവിടെ നിന്ന് കൊത്തിത്തരും, അങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഞാൻ ഒരു വലിയൊരു ഉള്ളിൻ്റെ പകുതിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും നല്ലോണം പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം ഒന്ന് 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയും 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് കുഴച്ചിട്ട് വെക്കുക. അത് എന്താണെന്ന് വെച്ചാൽ ആ മണം പെട്ടെന്ന് പോകാണ്ട് അങ്ങനെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കും, അത് പൊരിച്ചെടുക്കും. ഒരു 5 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ വെക്കുന്നില്ല. 5 മിനിറ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ഒരു പൊടിയും കൂടി റെഡിയാക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് അതിന് നമുക്കൊന്ന് പൊടിയെ മിക്സ് ആക്കിയതിന് ശേഷം അതിനൊന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയം മാത്രമേ ഞാൻ ഈ ചിക്കനെ ഇത് മാറ്റി വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഈ പൊടിയിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് മുക്കി കൊടുക്കുക. മുക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്ക് കൈയോടൊന്ന് ചെറുതായിട്ട് പൊടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൊടി നേരെ പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഇതേപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ സൺഫ്ലവർ ഓയിലാണ് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തിളച്ച് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയുകയും ചെയ്യുക, അതിൻ്റെ പുറത്തുള്ള കളറും മാറും, ഉള്ളും വേയില്ല. അതുകൊണ്ടാണ് നമുക്ക് അതേ കളറിൽ തന്നെ ബ്രോസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് പൊരിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റും തന്നെയും അതേ കളറും തന്നെ, ഒരു രുചി വ്യത്യാസം ഒന്നുമില്ല. ഇത് പല തരത്തിലുണ്ടാക്കുന്ന ആളുണ്ട്. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി. ഇപ്പം നമുക്ക് ഒന്ന് കണ്ടാൽ നമുക്ക് അതെല്ലാ സാധനവും ചിലപ്പോൾ നമ്മളെ പുരയിൽ ഉണ്ടായില്ല. അപ്പം നമ്മൾ ചെയ്യും അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ അതിലുള്ളത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അതേ നമുക്കൊരു മൈൻഡ് വരുമല്ല, ഇത് വെച്ചാൽ ഇതിൻ്റെ മണം ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. കുറേ നേരം പാലിൽ മുക്കി വെക്കാനോ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ നിന്നിട്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റിനും ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊളിച്ചിട്ടും കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നല്ല വെന്തിട്ട് പുറം നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കോ, അതായത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം എന്തിയാ മയോണൈസും തക്കാളി സോസെല്ലാം. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.